അതിൻ്റെ എല്ലാ പ്രതിസന്ധികളോടെയും മുന്നിൽ വന്ന് വെല്ലുവിളിക്കുമ്പോൾ ചിലർ തളർന്നു പോയേക്കാം. എന്നാൽ മറ്റു ചിലർ ആ പ്രതിസന്ധികളെ തന്നെ തങ്ങളുടെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കി മാറ്റും. അത്തരത്തിൽ വിധിയുടെ ക്രൂരമായ പരീക്ഷണങ്ങളെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച ഒരു സ്ത്രീ, പ്രതീക്ഷ ടോണ്ട്വാൾക്കർ. ഒരിക്കലൊരു ബാങ്കിന്റെ തറ തുടയ്ക്കാനും ടോയ്ലറ്റുകൾ വൃത്തിയാക്കാനും നിയോഗിക്കപ്പെട്ടവൾ വർഷങ്ങൾക്കിപ്പുറം അതേ ബാങ്കിന്റെ ഉന്നത പദവിയിലേക്ക് നടന്നു കയറി. സാഹചര്യങ്ങളോ ദാരിദ്ര്യമോ പ്രായമോ ഒന്നിനും തടസ്സമല്ലെന്നും കഠിനാധ്വാനവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ ലോകം നമ്മുടെ കാൽക്കീഴിലാകുമെന്നും അവർ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. 1964 പൂനെയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് പ്രതീക്ഷ ജനിക്കുന്നത്. കുടുംബ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് അവർ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. തൊട്ടു പിന്നാലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി. മുംബൈയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബുക്ക് ബൈൻഡറായി ജോലി ചെയ്തിരുന്ന സദാശിവ് കാടു ആയിരുന്നു ഭർത്താവ്. വിവാഹം കഴിഞ്ഞ് 3 വർഷം മാത്രം പിന്നിട്ടപ്പോഴാണ് പ്രതീക്ഷയുടെ ജീവിതത്തെ ഉലച്ചു കളഞ്ഞ ആ ദുരന്തം സംഭവിക്കുന്നത്. സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുന്നതിനിടെ ഉണ്ടായ ഒരു കാർ അപകടത്തിൽ ഭർത്താവ് സദാശിവ് മരണപ്പെടുന്നു. അങ്ങനെ 20ാം വയസ്സിൽ പ്രതീക്ഷയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു. എന്റെ മകൻ 1 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് അപകടത്തിൽ മരിക്കുന്നത്. അതുവരെ വീടിന് പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലാതിരുന്ന എനിക്ക് പുറം ലോകത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. ആ ഇരുണ്ട നാളുകളെക്കുറിച്ച് പ്രതീക്ഷ ഓർക്കുന്നു. ഭർത്താവിന്റെ മരണശേഷം ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പ്രതീക്ഷ മകനെയും കൂട്ടി മുംബൈയിലെത്തി. ഭർത്താവിന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായി അവർ SBI ബ്രാഞ്ച് സന്ദർശിക്കുന്നു. ചെക്ക് കൈപ്പറ്റിയ ശേഷം ഒട്ടും അടിക്കാതെ അവർ ബ്രാഞ്ച് മാനേജറെ കാണാൻ അനുവാദം ചോദിച്ചു. അന്ന് ആ മാനേജറുടെ മുന്നിൽ കണ്ണീരോടെ അവർ ഒരു അഭ്യർത്ഥന നടത്തി. ഈ പണം എനിക്ക് അധിക കാലത്തേക്ക് എത്തിക്കുകയില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കണം. സ്വന്തം കാലിൽ നിൽക്കണം. ദയവായി എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി തരൂ. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ബാങ്ക് അധികൃതർ 5 മാസങ്ങൾക്ക് ശേഷം പ്രതീക്ഷയെ ജോലിക്ക് വിളിച്ചു. 1985 പ്രതീക്ഷ SBIയിൽ ഒരു പാർട്ട് ടൈം തൂപ്പുകാരിയായി ജോലിയിൽ പ്രവേശിച്ചു. പ്രതിമാസം 60 മുതൽ 65 രൂപ വരെയായിരുന്നു ശമ്പളം. ബാങ്ക് പരിസരം തൂത്തുവാരി വൃത്തിയാക്കുക, ഫർണിച്ചറുകൾ തുടയ്ക്കുക, ടോയ്ലറ്റുകൾ കഴുകുക എന്നതായിരുന്നു അവരുടെ ജോലി. എന്നാൽ ഈ തുക കുഞ്ഞിനെ വളർത്താൻ ഒട്ടും പര്യാപ്തമായിരുന്നില്ല. പുലർച്ചെ ആരംഭിക്കുന്നതായിരുന്നു അവരുടെ കഠിനാധ്വാനം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിയോടെ അവർ ബാങ്കിലെത്തും. ബാങ്ക് തുറക്കുന്നതിന് മുൻപ് 3 നിലകളുള്ള ആ വലിയ ബ്രാഞ്ച് മുഴുവൻ അവർ ഒറ്റയ്ക്ക് തൂത്തു തുടയ്ക്കണമായിരുന്നു. ദിവസവും 8ഓളം ടോയ്ലറ്റുകളാണ് വൃത്തിയാക്കിയിരുന്നത്. രാവിലെ 8:30 ബാങ്കിലെ പണി തീർത്ത ശേഷം അവർ മറ്റൊരു ഷൂ നിർമ്മാണ യൂണിറ്റിലേക്ക് ജോലിക്ക് പോകും. അവിടെ ചൂടായ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ ചെരുപ്പുകളിൽ സോൾ ഒട്ടിക്കുന്നതായിരുന്നു ജോലി. മകനെ അരികിലിരുത്തിയായിരുന്നു പ്രതീക്ഷയുടെ ആ ജോലി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിനായി നടന്ന ദൂരം. ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ കുടിച്ചു തീർത്ത നാളുകളായിരുന്നു അത്. പണം ലഭിക്കാൻ വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ മാത്രമല്ല, പലപ്പോഴും വിശപ്പ് പോലും അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു. എൻ്റെ മകൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ചോദിക്കുമ്പോൾ അതിനുള്ള പണം കണ്ടെത്താനായി ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്റ്റോപ്പ് മുൻപേ ഇറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ ലഭിക്കുന്ന കാശ് കൊണ്ടാണ് അവന് ബിസ്ക്കറ്റ് വാങ്ങി നൽകിയിരുന്നത്. ബാങ്കിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ചുറ്റുമുള്ള വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥരെ പ്രതീക്ഷ സ്ഥിരമായി നിരീക്ഷിക്കുമായിരുന്നു. ഈ ദയനീയ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിദ്യാഭ്യാസം മാത്രമാണ് ഏക മാർഗമെന്ന് അവർ തിരിച്ചറിഞ്ഞു. പഠിക്കാൻ പ്രായമോ സാഹചര്യങ്ങളോ തടസ്സമല്ലെന്ന് അവർ സ്വയം ഉറപ്പിച്ചു. അങ്ങനെ ജോലിക്ക് ശേഷം മുംബൈയിലെ ബക്രോളിയിലുള്ള ഒരു നൈറ്റ് കോളേജിൽ അവർ ചേരുന്നു. ഒടുവിൽ കഠിന ശ്രമത്തിലൂടെ അവർ 12ാം ക്ലാസ് പരീക്ഷ പാസ്സായി. അവിടെയും നിർത്തിയില്ല. നൈറ്റ് കോളേജിൽ നിന്ന് തന്നെ സൈക്കോളജിയിൽ ബിരുദവും കരസ്ഥമാക്കി. വിദ്യാഭ്യാസ യോഗ്യത ഉയർന്നതോടെ ബാങ്ക് അവരെ തൂപ്പുകാരിയിൽ നിന്നും മെസഞ്ചർ തസ്തികയിലേക്ക് ഉയർത്തി. ബിരുദം നേടിയതോടെ അവർ ബാങ്കിലെ ക്ലർക്കം ക്യാഷറായി മാറി. 1993 പ്രതീക്ഷയുടെ ജീവിതത്തിലേക്ക് പ്രമോദ് ടോണ്ട്വാൾക്കർ കടന്നു വരുന്നു. അവർ 2ാമത് വിവാഹിതരായി. ബിരുദം പൂർത്തിയാക്കിയ ശേഷമേ വിവാഹം കഴിക്കൂ. തൻ്റെ മകനെ സ്വന്തം മകനായി സ്വീകരിക്കണം.
പ്രമോദും ഉന്നത വിദ്യാഭ്യാസം നേടണം എന്നീ 3 നിബന്ധനകൾ വിവാഹത്തിന് മുൻപ് പ്രതീക്ഷ മുന്നോട്ട് വെച്ചു. പ്രമോദ് ഈ നിബന്ധനകളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, പ്രതീക്ഷയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിന്തുണയായി മാറുകയും ചെയ്തു. ബാങ്കിലെ ഇന്റേണൽ പ്രൊമോഷൻ പരീക്ഷകൾ എഴുതാൻ പ്രതീക്ഷയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് പ്രമോദായിരുന്നു. ഭർത്താവിന്റെ പിന്തുണയും സ്വന്തം കഠിനാധ്വാനവും ചേർന്നപ്പോൾ പ്രതീക്ഷയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കഠിനമായ മത്സര പരീക്ഷകൾ എഴുതി അവർ ബാങ്കിൽ ട്രെയിനി ഓഫീസറായി നിയമിതയായി. തുടർന്ന് ഓരോ ഘട്ടങ്ങളായി പദവികൾ ഉയർന്നു. ഒടുവിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പദവി വരെ വഹിച്ച അവർ 2022 ജൂണിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി നിയമിതരായി. ഒരിക്കൽ എവിടെയാണോ തറ തുടയ്ക്കാനും ടോയ്ലറ്റ് കഴുകാനുമായി അവർ നിയോഗിക്കപ്പെട്ടത്, അതേ ബാങ്കിൽ ഏറ്റവും ഉയർന്ന മാനേജറിയൽ കസാരകളിൽ ഒന്നിൽ പ്രതീക്ഷ അഭിമാനത്തോടെ ഇരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം പ്രതീക്ഷ ടോൺവാക്കർ ഇപ്പോൾ ബാങ്ക് സേവനത്തിൽ നിന്നും വിരമിച്ചു.